എല്ലാവരും പറയാമോ? എന്നെ ദൈവം വർദ്ധിക്കാനായിട്ടാണ്. എല്ലാവരും പറയുന്നല്ലോ, എന്നെ ദൈവം വർദ്ധിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ നിലവിളി വർദ്ധിക്കാനാണ്. എല്ലാവരും പറയാമോ? എൻ്റെ ഉള്ളിലെ നിലവിളി വർദ്ധിക്കാനാണ്. പറയാമോ? വർദ്ധനവ് എൻ്റെ ദൈവിക അവകാശമാണ്. ഇത് പാസ്റ്റർ പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്ന, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സാധനമല്ല. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പറയാമോ? ഒരിക്കൽ കൂടെ പറയാമോ? എന്നെ ദൈവം വർദ്ധിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ നിലവിളി വർദ്ധിക്കാനാണ്. വർദ്ധനവ് എൻ്റെ ദൈവിക അവകാശമാണ്. എൻ്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന എല്ലാ മഹാപർവ്വതങ്ങളോടും ഞാൻ കൽപ്പിക്കുന്നു, സമഭൂമി ആകുക. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, എൻ്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന എല്ലാ മഹാപർവ്വതങ്ങളോടും ഞാൻ കൽപ്പിക്കുന്നു, സമഭൂമി ആകുക. പറ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ആയതിനാൽ ഞാൻ സകലത്തിലും ജയാളിയാണ്. ഞാൻ എൻ്റെ സമ്പത്തിനോട്, ധനത്തോട്, സമാധാനത്തോട്, ആരോഗ്യത്തോട് ഞാൻ കൽപ്പിക്കുന്നു, വർദ്ധിക്കുക, വർദ്ധിക്കുക. യേശുവിൻ നാമത്തിൽ വർദ്ധിക്കുക. ഒരിക്കൽ കൂടെ പറയാമോ? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ആയതിനാൽ ഞാൻ സകലത്തിലും ജയാളിയാണ്. ഞാൻ എൻ്റെ സമ്പത്തിനോട്, ധനത്തിനോട്, സമാധാനത്തോട്, ആരോഗ്യത്തോട് ഞാൻ കൽപ്പിക്കുന്നു. എന്താണ് കൽപ്പിക്കുന്നത്? വർദ്ധിക്കുക. പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ, വർദ്ധിക്കുക. ഞാൻ കൽപ്പിക്കുന്നു, വർദ്ധിക്കുക, വർദ്ധിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ പറയാം, ദൈവം നമ്മുടെ കൽപ്പനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ. ആമേൻ. നിങ്ങൾ അനങ്ങാതിരുന്നാൽ ദൈവം അനങ്ങാതിരിക്കും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ അനങ്ങാതിരുന്നാൽ ദൈവം വാ തുറന്നകത്ത് വെച്ച് തരുമോ? ഇല്ല. നീ വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. നീ സംസാരിച്ചാൽ ദൈവം സംസാരിക്കും. നീ കൈ ഉയർത്തിയാൽ ദൈവവും കൈ ഉയർത്തും. നീ ആരാധിച്ചാൽ ദൈവം ചിലത് ചലിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവം എനിക്ക് ഈ വർഷം 3 വാക്കുകൾ തന്നു. ശ്രദ്ധിക്കുക, ദൈവം ഈ വർഷം 3 വാക്കുകൾ എനിക്ക് തന്നു. ഒന്ന്, എക്സലന്റ്. സഭ ശ്രേഷ്ഠ. ലോകത്തിൽ സഭ ശ്രേഷ്ഠമാകണം. സഭയ്ക്കകത്ത് ഒതുങ്ങല്ല. സഭ ഏറ്റവും ശ്രേഷ്ഠമാകണം. എക്സലന്റ് ആകണം സഭ. 2, സഭ എഫക്റ്റീവ് ആകണം. സഭ എക്സലൻ്റ് ആയി മാത്രമേ, അവരെല്ലാത്തിനും ശ്രേഷ്ഠമായി മാത്രം പറ്റത്തില്ല, അവർ റിസൾട്ട് കൊണ്ടുവരണം. അവർ ആത്മാക്കളിൽ നിന്നാണ്, അവർക്ക് വർധനമുണ്ടാകണം, അവർ കർത്താവിൻ്റെ വേല കൊടുക്കാൻ തുടങ്ങണം, അവർ ശുശ്രൂഷയ്ക്ക് അവർ എഫക്റ്റീവ് ആകണം. 3, ദൈവം എന്നോട് പഠിപ്പിച്ചു, അവർ എസ്റ്റീം ചെയ്യണം, അവർ ബഹുമാനിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സെൽ മീറ്റിങ്ങിലൊക്കെ വരുമ്പം കാണാം, ഇവിടെ വരുമ്പോൾ എപ്പോഴും കാണാം, എപ്പോഴും ദൈവദാസനെ ബഹുമാനിക്കുകയും ദൈവദാസനെ ആദരിക്കുകയും. പക്ഷെ ഞാൻ ഇന്ന് ഈ 3 തത്വങ്ങൾ നമ്മുടെ സഭയിൽ ദൈവം എൻ്റെ മനസ്സിൽ തന്ന കാര്യമാണ്. ബീങ് എക്സലൻറ്റ്, ബീങ് എഫക്റ്റീവ് ആൻഡ് എസ്റ്റീമിങ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാകുക, ഫലം പുറപ്പെടുവിക്കുക, ബഹുമാന യോഗ്യരാകുക. എല്ലാവരും പറഞ്ഞേ, ശ്രേഷ്ഠരാകുക. ആമേൻ. ഫലം കൊണ്ടുവരിക. ഹല്ലേലൂയ. പിന്നെന്താ? ബഹുമാന യോഗ്യരാകുക. നിങ്ങളെ സ്വീകരിക്കാൻ റെഡിയാണോ? സ്വീകരിക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ. എത്ര സ്വീകരിക്കാൻ? അവരെല്ലാം കൈ ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിരിക്കുന്നതെന്ന് അറിയാം? നാളെ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പോവാ. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും സൂട്ടും കോട്ടൊക്കെ ആയിരിക്കും. സ്ത്രീകൾക്ക് എൻ്റെ സൂട്ടുണ്ട്. എന്താ അവർക്ക് സൂട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും അതുപോലെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. വർദ്ധിക്കാനാണ് നിന്നെ വിളിച്ചത്. നിന്റെ നിലവിളി വർദ്ധിക്കാനാണ്. നിന്റെ മുന്നിൽ മഹാപർവ്വതങ്ങളോട് നീ സമഭൂമിയാകാന്ന് പറയും. എല്ലാം വർദ്ധിക്കും യേശുവിന്റെ നാമത്തിൽ. ഏറ്റെടുക്കുന്നവർ കരം ഉയർത്തിയോ കരം തട്ടിയോ കർത്താവിന് നന്ദി പറഞ്ഞേ. വർദ്ധനവ് നിന്റെ അവകാശമാണ്. കമാൻ, ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇത് വർദ്ധനവിന്റെ സീസണാണ്. ഈ വർദ്ധിക്കാൻ ദൈവവചനത്തിൽ ഒരു തത്വമുണ്ട്. വർദ്ധിക്കാൻ ദൈവം കൊണ്ടുവരുന്നൊരു വലിയ കാര്യമാണ് ഫേവർ എന്ന് പറയും. എല്ലാവരും പറയും, എന്താണ് ഫേവർ? ദൈവത്തിൻ്റെ ലാവണ്യം, ദൈവത്തിൻ്റെ അനുകൂലത. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ലാവണ്യം, ദൈവത്തിൻ്റെ കരുണ. ഇതിനെ ബൈബിളിൽ
സങ്കീർത്തനം 23:6 പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഈ നന്മയും കരുണയും എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളല്ല. ഈ നന്മ എന്ന് പറഞ്ഞൊരു ദൂതനാണ്, കരുണ എന്ന് പറയുന്നൊരു ദൂതനാണ്. ഇത് രണ്ടും രണ്ട് ദൂതന്മാരാണ്. നിന്റെ ആയുഷ്കാലമൊക്കെയും അവർ നിന്നെ, ഹല്ലേലൂയ, ഇത് രണ്ടും നിന്നെ പിന്തുടർന്നാൽ നീ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ പറയുന്നില്ല? ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ എക്സലൻ്റ് ആകാൻ ദൈവം തരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ ആനുകൂല്യത, ലാവണ്യം, കരുണ ദൈവം നിങ്ങൾക്ക് തരും. നല്ല ഉദാഹരണം പറയാം. ഒരുപാട് സ്ത്രീകൾ രാജാവിനെ കാണാൻ പോണമായിരുന്നു, ഒരുപാട് സ്ത്രീകൾ. പക്ഷെ എസ്തേർ വന്നപ്പോൾ, എല്ലാ സ്ത്രീകളെ പോലെ ഒരു സ്ത്രീയാണ് എസ്തേർ എങ്കിലും രാജാവിന് പ്രത്യേക ഒരു കൃപ എസ്തേറിനോട് തോന്നി. അവളുടെ പഠിത്തമല്ല, അവളുടെ പ്രാർത്ഥനയാണത്. നിങ്ങൾ എല്ലാരെ പോലെ പഠിക്കുന്നുണ്ടായിരിക്കാം, എല്ലാരെ പോലെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, ഈവൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടായിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കിട്ടുന്നില്ല. ഇന്ന് ദൈവത്തിനൊരു മറുപടി പറയാനുണ്ട്. ദൈവത്തിൻ്റെ കരുണ നിന്നെ പിന്തുടരും, ദൈവത്തിൻ്റെ ഫേവർ നിന്നെ പിന്തുടരും, ദൈവത്തിൻ്റെ ലാവണ്യം നിന്നെ പിന്തുടരും എല്ലാത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് പറയാൻ, ഹനോ കല്യാണം കഴിച്ചോ? ഇല്ല, ഓക്കെ. കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമല്ല, ഏറ്റവും ബെസ്റ്റ് ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കല്യാണം കഴിച്ചവരാണ് ഒട്ടുമുക്കാൽ കൈ പൊക്കിയത്, കഴിക്കാത്തവരെ കൈയും പൊക്കിയില്ല. ആമേൻ. ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തരും. ഹല്ലേലൂയ. കല്യാണം കഴിക്കാത്ത പുരുഷന്മാരെന്നെ കേൾക്കുക, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നേയും പ്രവചിക്കുന്നേയും ഒരു ഭാര്യ ദൈവം നിങ്ങൾക്ക് തരും. കല്യാണം കഴിക്കാത്ത സ്ത്രീകളുണ്ടെങ്കിൽ പ്രസംഗിക്കുകയും പ്രവചിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവദാസനെ ദൈവം നിങ്ങൾക്ക് തരും. ദൈവത്തിൻ്റെ ഫേവറാണ് ഇത് എത്തിക്കുന്നത്. പക്ഷെ ആദാമിന്റെ വീഴ്ചയിൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഫേവർ അല്ല, ലേബറാണ്. ലേബർ റൂം കേട്ടിട്ടുണ്ടോ? അതിൻ്റെ വെളിയിൽ നിന്ന നിലവിളി, അയ്യോ ഞാൻ 30 ദിവസം അധ്വാനിച്ചു, ഓവർ ടൈം വർക്ക് ചെയ്തു, എല്ലാം ചെയ്തു, എന്നിട്ട് എനിക്ക് അവരൊന്നും തന്നില്ല, എനിക്ക് ശമ്പളം ഒന്നും കിട്ടിയില്ല, പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരേണ്ട വന്നു. ആരും എനിക്കൊന്നും ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നു, എല്ലാ കാര്യങ്ങളും എൻ്റെ കൂട്ടുകാർക്ക് ചെയ്യുന്നു, ഞാൻ എല്ലാവരെയും സഹായിക്കുന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരും ഉപദ്രവിക്കുന്നേ ഉള്ളൂ. നീ ലേബറിലാണ്, നിന്റെ വിയർപ്പിനാൽ നീ ഉപജീവിക്കുകയാണ്, മുള്ളും പറക്കാരെ നീ കൊയ്യുകയാണ്. പക്ഷെ ദൈവത്തിന് ഈ സഭയോട് പറയാനുണ്ട്, ആ ലേബറിൽ നിങ്ങൾ ഒഴുകണ്ട, ആ ഫേവറിലേക്ക് നിങ്ങൾ കയറി വാ. ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ ലാവണ്യം, ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. പണ്ട് എൻ്റെ മേൽ ലേബറായിരുന്നു. ഞാൻ ക്ലാസ്സിലിരുന്നാൽ ടീച്ചർ ആദ്യം കയറിയാൽ എന്നെ പുറത്താക്കും, എന്നിട്ടേ പഠിപ്പിക്കാൻ തുടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. നീ വാ, പുറത്തോട്ട് ഇറങ്ങിയതാ, അത് ഞങ്ങൾക്ക് പഠിപ്പിക്കണം. പക്ഷെ ഫേവർ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, നമ്മൾ ബാക്കിൽ ഇരുത്തുകയല്ല, നമ്മൾ കാരണം കൊണ്ട് അനേകർ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയും. ഇതാ നമ്മളിൽ ഒഴുകേണ്ട, ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ചെറിയ ഉദാഹരണം പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. യേശു ജനിച്ചത് പശുത്തൊട്ടിയിലാണ്, അല്ലേ? മെയിഞ്ചറിലാണ്. പശുത്തൊട്ടി എന്ന് പറയുന്നത് പറഞ്ഞാൽ, പശുത്തൊട്ടിയിൽ എത്ര ഒരു മണം അനുഭവിച്ചിട്ടുണ്ട്, ചാണകവും ഗോമൂത്രവും എല്ലാം. എന്നാൽ
ഈ പശുത്തൊട്ടിയുടെ മീതെ ഒരു നക്ഷത്രം പൊങ്ങി നിൽക്കുകയാണ്. സംഭവം പശുത്തൊട്ടിയാണെങ്കിലും ദൈവത്തിന്റെ പ്രസാദം ഈ പശുത്തൊട്ടിയിലുള്ളതുകൊണ്ട് കിഴക്ക് നിന്ന് വിദ്വാൻമാർ ഇവിടെ വന്നു. ഹല്ലേലൂയ. ഞാൻ ഈ സഭയുടെ മേൽ ചില ഉദയ നക്ഷത്രം കൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മേൽ ചില ഉദയ നക്ഷത്രം കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ തലമേൽ ചിലത് കൽപ്പിക്കുകയാണ്. നിന്റെ സാഹചര്യമല്ല, നിന്റെ മണമല്ല, നിന്റെ രീതിയല്ല, ദൈവത്തിന്റെ നക്ഷത്രം നിന്റെ മേൽ ഉദിക്കട്ടെ ഞാൻ കൽപ്പിക്കുകയാണ്. അത് ആവശ്യമുള്ളവർ കാര്യങ്ങൾ തട്ടി ഏറ്റെടുത്തേ. God's favor. ഇത് നിന്റെ പരിശ്രമമല്ല. ആര് പശുത്തൊട്ടി വരും? നിങ്ങൾ പറ, ആര് പശുത്തൊട്ടി വരും? ആര് പശുത്തൊട്ടി വരും? എന്തും കൊണ്ടും പശുത്തൊട്ടിയിൽ ആർക്കും വരാൻ സാധ്യത. പക്ഷെ നക്ഷത്രം മുങ്ങി നിൽക്കുകയാണ്. ഇനി 3 വിദ്വാൻമാർ കിഴക്ക് നിന്ന് 3 വരികയാണ്. എന്നിട്ട് ഈ 3 പേര് കൊണ്ടുവന്ന് എന്താണെന്നറിയോ? കച്ചിയും പോച്ചയും ചാണകവും. ആമേൻ. പൊന്ന്, മൂര്, കുന്തിരിക്കം. ആമേൻ. ഗോൾഡ്, മിർ ആൻഡ് ഫ്രാങ്കിൻസെൻസ് എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട സാധനം പശുത്തൊട്ടി കൊടുക്കുകയാണ്. ഇത് നിന്റെ മെഡിക്കല്ല, ഇത് നിന്റെ കഴിവല്ല, ഇത് നിന്റെ അപ്പച്ചന്മാർ കൈമാറിയതല്ല. ഇത് ദൈവത്തിന്റെ നക്ഷത്രം നിന്റെ മേലെ ഉദിച്ചു നിൽക്കുന്നതാണ്. ഇതാണ് ദൈവത്തിന്റെ ഫേവർ. ഇന്ന് ആരൊക്കെ അത് സ്വീകരിക്കാൻ ഈ സഭയുടെ മേൽ ഞാനിത് കൽപ്പിക്കുകയാണ്. കർത്താവിനെ കൈതട്ടി ഇത് ഏറ്റെടുത്ത ദൈവമക്കളെ, ഏറ്റെടുത്ത്. ഐ വാണ്ട് ഗോഡ്സ് ഫേവർ. ഇന്ന് നിങ്ങൾ പലരും പറയുന്നൊരു കാര്യം, ഞായറാഴ്ചയും ജോലിയുണ്ട്. ശരി, ജോലി ഇന്ന് എത്ര സ്തോത്രാഴ്ച ഇടുന്നു? 10 രൂപ. നീ ഇത്രയും ജോലി ചെയ്തിട്ട് നിനക്ക് 10 രൂപ ഇടാനുള്ളോ? പക്ഷെ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ അധ്വാനിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, നീ അധ്വാനിക്കും, നീ അനുഭവിക്കും. You will have savings. നീ കൊടുക്കാൻ തുടങ്ങും, നീ നിക്ഷേപിക്കാൻ തുടങ്ങും, നീ സേവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒട്ടുമുക്കാൽ പേര് ലേബറിലാണ്. ഹല്ലേലൂയ. പഠിക്കുന്ന പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് കമ്പൈൻ സ്റ്റഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമ്പൈൻ സ്റ്റഡി ഞാൻ മൊത്തം ഇരുന്ന് പഠിച്ചു. കമ്പൈൻ സ്റ്റഡി രാത്രി മൊത്തം ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്തു. പഠിച്ച് അവസാനം എനിക്ക് എത്രയെന്നറിയാം മാർക്ക്? 100-ൽ കിട്ടിയത് 40. കമ്പൈൻ സ്റ്റഡി ചെയ്തതാണ്. എന്നെ പഠിപ്പിച്ച ഇലക്ട്രോണിക്സ് ഗുരുവാണ്. അവനോട് ഐഡിയ വർക്ക് ചെയ്യുവാണ്. പക്ഷേ ഇത്രയും പഠിച്ചിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? 40 ഉള്ളൂ. അവസാനം അവൻ എന്നെ പഠിപ്പിക്കാൻ നിർത്തി. എന്നിട്ട് പറഞ്ഞടാ, ഇത്രയും രാത്രി ഞാൻ എൻ്റെ പഠിത്തവും മാറ്റി നിന്നെ പഠിപ്പിച്ചിട്ട് നിനക്ക് 40 ഉള്ളോടേ. ദൈവം എന്നോട് യെരമ്യാവ് 17 അതിൻ്റെ 5-ാം വാക്യത്തിൽ നിന്ന് പഠിപ്പിച്ചു. വായിക്കാം. യെരമ്യാവ് 17 അതിൻ്റെ 5. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. വായിച്ചാട്ടെ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശം പോലെ. അവൻ നന്മ വരുത്തില്ലെന്ന് ബൈബിൾ പറയുന്നില്ല, ശ്രദ്ധിക്കുക. അവൻ നന്മ വരുത്തില്ലെന്ന് പറയുന്നത്, പക്ഷെ അവൻ മരുഭൂമിയിലെ അവസ്ഥയായിരിക്കും. പാസ്സായപ്പോൾ 40 മാർക്ക് കിട്ടിയപ്പോൾ ശമ്പളം എത്ര? 20,000. മാസം എത്ര വന്നു? സേവിങ്സ് ഒന്നുമില്ല, എല്ലാം കടം. നീ എല്ലാം അനുഭവിക്കും, നിനക്കെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും നിനക്ക് സ്വരൂപിക്കാൻ പറ്റുന്നില്ല. 50,000 രൂപ ശമ്പളം കിട്ടി, കാര്യം കിട്ടി. 60,000 രൂപ ചെലവ് വന്നു. വീട് റിപ്പയർ ചെയ്തു, ഉടനെ വീടിൻ്റെ ഒരു ഭാഗത്ത് തെങ്ങ് വന്ന് വീണു. കാറ് പുതിയ കാറ് പോയി ഇടിച്ചു. അനാവശ്യ കേസുകൾ വരുന്നു. നീ ഒരുപാട് കാര്യം ചെയ്യുന്നു, നീ ഉപകാരം ചെയ്യുന്നുള്ളൂ, പക്ഷെ എല്ലാവരും ഉപദ്രവിക്കുകയാണ്. നിനക്ക് ആൾക്കാർ ഷർട്ട് തന്നാൽ നിന്റെ സൈസ് 42, പക്ഷെ തരുന്നതെല്ലാം 38. നിനക്ക് നന്മ വരുന്നുണ്ട്, പക്ഷെ നീ അനുഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ലേബറും ഫേവറും രണ്ടാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ലേബറിലല്ല. ഇവിടെ നിന്നുള്ള കേൾക്കുന്നത്, നമ്മൾ ലേബറിലല്ല. ഹല്ലേലൂയ. നമ്മളതിൽ കയറുകയാണ്. ആമേൻ. ഹല്ലേലൂയ.
നമുക്ക് ദൈവം ഒരു വീട് പട്ടണത്തിന്റെ നടുക്ക് തരും. എത്ര രാമേൻ? കൈ പൊക്കാത്തവർ ലേബറിലും കൈ പൊക്കിയവർ ഫേവറിലുമാണ്. എങ്ങനെ ഉണ്ടാവും? അതെനിക്കതിന് അനുമാനമില്ലല്ലോ. മോശയുടെ അമ്മയ്ക്ക് മോശയ്ക്ക് പാല് കൊടുത്തതിന് രാജാവ് പൈസ കൊടുത്തു. അത് ലേബർ അല്ല, ഫേവർ. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് ആര് പൈസ കൊടുക്കും? പക്ഷെ ഇവിടെ രാജാവ് പൈസ കൊടുക്കുകയാണ് സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കാൻ. ദൈവമക്കളെ, ഇതിന്റെ പേര് ഫേവറാണ്. സ്വന്തം മോനെ, ശ്രദ്ധിക്കണം, സ്വന്തം മോനെ നൈലിൽ ഒഴുക്കി വിടുകയാണ്. നൈലിൽ ഈ അമ്മ ഒഴുക്കി വിട്ടത് പേപ്പറിൽ പൊതിഞ്ഞാണ്. കീല് തേച്ച് പേപ്പറിൽ പൊതിഞ്ഞ് ഒഴുക്കി വിടുകയാണ്. നാച്ചുറലി പേപ്പർ നനയും, കുഞ്ഞ് മുങ്ങും. പക്ഷെ കുഞ്ഞ് മുങ്ങിയില്ല, ഫേവറാണ്. ഓ, എത്ര എൻ്റെ കൂടെ ഉണ്ട്. കുഞ്ഞ് മുങ്ങിയില്ലെന്ന് മാത്രമല്ല, കുഞ്ഞിനെ ഹല്ലേലൂയ രാജകുമാരി കണ്ടിട്ട് ഏത് രാജാവ് കൊല്ലുമെന്ന് പറഞ്ഞോ അതേ രാജാവിന്റെ കൊട്ടാരത്തിൽ അവൻ വളരുകയാണ്. ഇത് ലേബർ അല്ല, ഇത് ഫേവർ ആണ്. ഇത് സംഭവിക്കും. ഇത് വിശ്വസിക്കുന്നവനാ ഇത് സംഭവിക്കും. ഇത് ഞാൻ ഫേവറിലാണ്. ദൈവത്തിന്റെ ഫേവറാണ് നമുക്ക് വേണ്ടത്. ഈ ഫേവറിൽ നമ്മൾ ഒഴുകണം. എന്തിനാ ഞായറാഴ്ചകൾ ആരാധനയ്ക്ക് വിളിക്കുന്നത്? അല്ല, എനിക്ക് അത്യാവശ്യമായി. നീ ലേബറിൽ പോവരുത്. ലേബറിൽ ഒഴുകി 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 അവസാനം SUT ഹാർട്ടിൽ അവിടെ കിടക്കേണ്ട വരും, RCC പോയി കിടക്കേണ്ട വരും. ഹല്ലേലൂയ. നീ ദീർഘായുസോടെ ഇരിക്കുന്നത് നിന്റെ രാവിലത്തെ എക്സസൈസ് അല്ല. നീ ദീർഘായുസോടെ ഇരിക്കുന്നത് നീ കുടിച്ച ബൂസ്റ്റ് അല്ല. നീ ദീർഘായുസോടെ ഇരിക്കുന്നത് അപ്പൻ കൈമാറിയ ആരോഗ്യമല്ല. നീ ദീർഘായുസോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ഫേവറാണ്. ഇത് ദൈവത്തിന്റെ ലാവണ്യമാണ്. ഇത് ദൈവത്തിന്റെ കരുണയാണ്. നീ ദീർഘായുസോടെ ശുഭമായിരിക്കും. ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറയുക, ചിലരുടെ വീട്ടിനകത്ത് ഈ ഫേവർ വേണം. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈയാണ്, ഭാര്യ മുന്തിരിവള്ളിയാകണം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പുരുഷനാണ് യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര വിശ്വസിക്കുന്നു? നിങ്ങളുടെ വീടൊരു സ്വർഗമാകട്ടെ, ദൈവത്തിന്റെ ഫേവറിനാൽ നിറയപ്പെടട്ടെ. നിന്റെ ഭാര്യ എഴുന്നേറ്റ് നിന്നെ ബഹുമാനിക്കട്ടെ. നിന്റെ ഭർത്താവ് പട്ടണവാതിൽക്കൽ അറിയപ്പെടട്ടെ. നിന്റെ തലമുറ അറിയപ്പെടട്ടെ. എത്ര രാമൻ പറയുന്നത് ഫേവറാണ്. ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബൈബിൾ പ്രകാരം ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫേവർ ഞാൻ ബൈബിളിൽ കണ്ടത്. ഏറ്റവും കൂടുതൽ ഫേവർ ഞാൻ കണ്ടത് മോശയ്ക്കാണ്. ഹല്ലേലൂയ. പുറപ്പാട് 11. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. പുറപ്പാട് 11:1 മുതലുള്ള വാക്യം. അനന്തരം യഹോവ മോശയോട്, ഞാനൊരു ബാധ കൂടെ ഫറവോന്മേലും മിസ്രയീൻമേലും വരുത്തും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താൻ താന്റെ അയൽക്കാരനോട്, ശ്രദ്ധിക്കണം, 11:2, ഓരോ പുരുഷൻ താൻ താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താൻ താന്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങൾ പൊന്നാഭരണങ്ങൾ ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. ശ്രദ്ധിക്കുക, യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട്, എല്ലാരും വായിച്ച, യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. ഫേവർ, വീണ്ടും കിടക്കുന്ന വാക്ക് കണ്ട, ഫേവർ. ദൈവത്തിന്റെ കൃപ അവരോട് കൃപ തോന്നുമാറാക്കി. ഹല്ലേലൂയ. ഒരുപാട് പൈസ ഉള്ളവരല്ല വീട് വെക്കുന്നത്, ദൈവത്തിന്റെ ഫേവർ ഉള്ളവരുടെ മേലാണ് ഇതുണ്ടാകുന്നത്. ഓ ഹല്ലേലൂയ. ലോൺ എടുക്കാൻ തിരിച്ചടക്കാൻ കപ്പാസിറ്റി ഉള്ളവനല്ല വാഹനം വാങ്ങിക്കുന്നത്, ദൈവത്തിന്റെ ഫേവർ അവന്റെ മേൽ കാണും, ദൈവം വഴി തുറക്കും. ഓ, ഏറ്റെടുക്കുന്നവരുടെ ഹല്ലേലൂയ പറ. നിങ്ങളുടെ മേൽ ഫേവർ ഷൈൻ ചെയ്യട്ടെ, ഉദയ നക്ഷത്രം പൊങ്ങി നിൽക്കട്ടെ. പല ഇന്റർവ്യൂ മാറിപ്പോയി, പല ജോലി മാറിപ്പോയി, ഒന്നിനും ഗുണം വരുന്നില്ല. നീ ലേബറിലാണ്. ഇന്ന് നീ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? ഈ വാക്യങ്ങൾ എഴുതിയെടുത്തോണം.
ഇത് പ്രഖ്യാപിക്കണം. വായിച്ചോ വായിച്ചോ വായിച്ചോ. വിശേഷാൽ ശ്രദ്ധിക്കണം. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രയീം ദേശത്തെ ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. ശ്രദ്ധിക്കുക, മോശയാണ് ഇസ്രായേൽ മിസ്രൈമിൽ 10 ബാധ കൊണ്ടുവന്ന് ഫറവോനെ അസഹ്യപ്പെടുത്തിയത്. എന്നാൽ ദൈവത്തിന്റെ ഫേവർ ഉള്ളത് കൊണ്ട് ഫറവോന്റെ പ്രജകളും ഭൃത്യന്മാരും മോശ എങ്ങനെ കാണിച്ചത്? എല്ലാരും മഹാശ്രേഷ്ഠനായി. ശ്രദ്ധിക്കുക, ഇവനെ അമ്മ പേപ്പറസ് ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ കീല് വരട്ടി ആ ഞാങ്ങയുടെ ഇടയിൽ കൊണ്ട് വെച്ചപ്പം അന്നേരം മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ, ഇവൻ പോകുന്നിടത്തെല്ലാം എല്ലാവർക്കും ഇവനോട് കൃപ തോന്നുകയാണ്. എല്ലാവർക്കും. ഞാൻ ആരോട് പ്രവചിച്ചു പറയാം, നീ ജനിക്കേണ്ടതല്ല. നീ ജനിച്ചവൻ പിശാച് നിന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. പക്ഷെ നീ ഇന്ന് ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഫേവറാണ്. ദൈവത്തിൻ്റെ ഫേവറാണ്. നീ നിന്റെ തലമുറ പട്ടണത്തിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഫേവറാണ്. നിന്നെ ഇവിടെ നിർത്തിയെങ്കിൽ നിന്നെ ഈ ഫേവറിൽ കൊണ്ടുപോകാൻ ദൈവത്തിന് അറിയാം. നിന്റെ മതിലുകളെ ചാടിക്കടത്തുമാറാക്കുന്ന, നിന്റെ എതിർപ്പുകളെ പൊട്ടിച്ചു മാറ്റുന്ന ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. ഏറ്റെടുക്കുന്നവർ കൈതട്ടി ആരാധിച്ചേ. Yes, receive it this morning. Receive it. Receive God's favor. God's favor. Hallelujah. നമ്മൾ എക്സലൻസിലേക്ക് പോവാൻ, നമ്മൾ ശ്രേഷ്ഠതയിലേക്ക് പോവാൻ ഇത് വളരെ ആവശ്യമാണ്. ഈ ഫേവർ കൂടാതെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾ പറയാം, എനിക്ക് 50 വയസ്സായി, 60 വയസ്സാകുമ്പോൾ ഞാൻ റിട്ടയർ, അത് കഴിയുമ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നീ ലേബറിൽ തിങ്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പപ്പയുടെ 50-ാം വയസ്സിലാണ് പപ്പയ്ക്ക് വഴിത്തിരിവുണ്ട്, 55-ാം വയസ്സിൽ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രായം വിഷയമല്ല, ദൈവത്തിന് ഫേവർ വിഷയമാണ്. ആരോടെ പറയാം, കഴിഞ്ഞു എന്ന് നീ പറയും, ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മയോട് ഒരാൾ ചോദിച്ചു, ബെക്കി പ്ലെയിനിലൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? പ്ലെയിനിലൊരു കഥ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ 3 പ്ലെയിൻ മാറി അമേരിക്കയിൽ പോയതാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോയി. സാറിന് എല്ലാം കൂട്ടിനാ പോകുന്നത്. ഒറ്റയ്ക്ക് 3 പ്ലെയിൻ മാറാം. അമ്മ ഒറ്റയ്ക്ക് പോയി. എല്ലാവരും പറ, ഒറ്റയ്ക്ക് പോകാൻ പഠിക്കണമെന്ന് പറ. ഒറ്റയ്ക്ക് പോകുന്നതിന് ഫേവർ ഉള്ളെന്ന് പറ. സന്ദേശ് പേർ പറയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് പോകുന്നതിനെ ഫേവർ ഉള്ളൂ. നിങ്ങൾ സിനിമയിൽ ഹീറോനെ കണ്ടിട്ടുണ്ടോ? ഹീറോ ആരും കണ്ടിട്ടില്ലേ? ഓക്കെ, സിനിമയിൽ ഹീറോ എന്ന് പറഞ്ഞൊരാളുണ്ട്. ആമേൻ. ഹീറോ സൈക്കിൾ ചവിട്ടി വരുന്ന ആളാണോ? ഹീറോ ഉണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഹീറോ എന്നറിയാമോ? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഹീറോ? എല്ലാവരും ഹീറോ ഞാൻ വിളിക്കും, ഞാനും പുള്ളി ഹീറോ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് സിനിമയിലെ ആൾ ഹീറോ എന്നറിയാമോ? ഹീറോ എന്ന് പറഞ്ഞാൽ പെൺകൊച്ചിനെ വില്ലൻ്റെ കയ്യിൽ നിന്ന് വെടിവിക്കുന്നവനല്ല ഹീറോ. ആമേൻ. ഹീറോ എന്ന് പറഞ്ഞാൽ ഒരു സമ്പ്രദായത്തെ ഒറ്റയ്ക്ക് മാറ്റുന്നവനാണ് ഹീറോ. ഒരു സമ്പ്രദായമുണ്ട്. ഗോലിയാത്ത് എല്ലാത്തിനെയും കൊല്ലും, എല്ലാവരും ഒളിച്ചിരിക്കും. ഇത് അവിടുത്തെ സമ്പ്രദായമാണ്. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കാനില്ല, ഞാൻ ഈ സമ്പ്രദായത്തെ മാറ്റുകയാണ്, കല്ലെടുക്കുകയാണ് ഞാൻ. എല്ലാരും പറഞ്ഞു നമ്മുടെ കൊച്ചിനെ നൈലിലെറിയും. മോശയുടെ അമ്മ പറഞ്ഞു, ഞാൻ അറിയത്തില്ല. സമ്പ്രദായത്തിനെതിരെ ഒരാൾ നിന്നിട്ട് പറയുകയാണ്, മാറ്റം ഉണ്ടാകും, എൻ്റെ ദൈവത്താൽ നടക്കും, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ റെഡിയാണ്. ആമേൻ. സമ്പ്രദായത്തിന്റെ കൂടെ പോകാനാണെങ്കിൽ അഭിഷേകം ആവശ്യമില്ല. അഭിഷേകം ഇതിൽ വ്യത്യസ്തനായി നിന്ന് എൻ്റെ ദൈവത്താൽ ഇത് കഴിയുമെന്ന് പറയാനാണ്. ഇവിടെയാണ് ദൈവത്തിന്റെ ഫേവർ വരേണ്ടത്. ദൈവം അയച്ചവരെല്ലാം ശ്രദ്ധിച്ചേ. മോശ ഒരു 15 പേരുടെ കൂടെ പോയിക്കുന്നാണോ? ദൈവത്തിന്റെ പുത്രനെ അയച്ചപ്പോഴും 100-120 ദൂതന്മാരെ കൂടെ അയച്ചില്ല. പൗലോസിനെ യൂറോപ്പിൽ അയക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുകയാണ്? എന്നാ പത്രോസ് നീ കൂടെ പോടാ. പോയവരെല്ലാം ഒറ്റയ്ക്കാണ് പോയത്. പക്ഷെ ഒറ്റയ്ക്ക് പോയവനല്ല ലോകത്തെ കീഴ്മേൽ മറിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ?
നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ആരെങ്കിലും കൂട്ടിന് വേണം. ആമേൻ. ബൈബിളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ ഫേവർ ഇവളുടെ മേൽ ധാരാളമായി അങ്ങ് പകർന്നു. അവൾ അവസാനം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വല്യമ്മയായി അവൾ എഴുന്നേറ്റു. പക്ഷെ അവൾ ആകെ കൂടി ചെയ്തത് ഒറ്റയ്ക്ക് സമ്പ്രദായത്തിനെതിരെ നിന്നതാണ്. ഈ ചേസിങ് ദ ഡ്രാഗൺ എന്ന് പറഞ്ഞ ജാക്കി പുളിൻഗർ എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ബുക്കുണ്ട്, ചേസിങ് ദ ഡ്രാഗൺ. വായിക്കണം. ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ, വേശ്യകളെ വിടുവിക്കാൻ ഈ സ്ത്രീ പോയപ്പം അവരൻ ഹ്യൂമൻ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നമ്പർ 2 ഹോങ്കോങ്ങിൻ്റെ റോഡിൽ വാരിയിട്ടു. ഈ സ്ത്രീ ഇതിന്മേൽ ചവിട്ടി ഈ വേശ്യകളോട് പോയി സുവിശേഷം പറഞ്ഞു. സമ്പ്രദായങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഫേവർ ദൈവം പകരും. ഇവിടെയാ ചൊണ വേണ്ട. എല്ലാവരും പറ, ചൊണ വേണമെന്ന് പറ. എല്ലാവരും പറ, ചൊണ വേണമെന്ന് പറ. പേടിക്കല്ലെന്ന് പറ. ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ദൈവവും ഞാൻ നിന്റെ ദാസനുമെന്ന് ഇവരെല്ലാം അറിയേണ്ടതിന് കർത്താവേ സ്വർഗം തുറക്ക, തീ ഇറക്ക. നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും അറിയേണ്ടത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ വരുന്നത് വരെ ഈ പട്ടണം നടുക്കൊരു സഭ ഉണ്ടാവുമോ? ഇവിടെ പ്രയറിന് വന്നവരെല്ലാം ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് പട്ടണം നടുക്ക് സഭ വന്നു? അടുത്ത മതിൽ മുഖ്യം എങ്ങനെ നിങ്ങൾക്ക് വന്നു? സമ്പ്രദായത്തിൽ നടക്കത്തില്ലെന്ന് പറയും, പക്ഷെ ഫേവറിൽ നടക്കുമെന്ന് നമ്മൾ പറയും. ഹല്ലേലൂയ. പൈസ ഉള്ളവർ ലാൻഡ് വാങ്ങിച്ചപ്പോൾ, കെട്ടിടം പണിതപ്പോൾ നമ്മൾ ഫേവറിന് വേണ്ടി ചോദിച്ചു. റൂത്തിന്റെ പുസ്തകം ഹല്ലേലൂയ അതിൻ്റെ 1:16 1:14 വായിച്ചു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നീ നിന്റെ സഹോദരൻ ആരും വരുന്നില്ല, ആരും പോകുന്നില്ല, നീയും പോണ്ട എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, ശ്രദ്ധിച്ചേ, നിങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നവർ പിന്മാറ്റത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറ്റത്തിൽ പോവാം. അല്ലെങ്കിൽ പറയാം, ഞാൻ അവൻ്റെ പിന്നാലെ അല്ല, അവൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെയാണ്. നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആൾ യേശുനാമത്തിൽ പോയി, നമ്മളും കൂടെ പോയില്ല. കാരണം ഹല്ലേലൂയ, നമ്മൾ സ്വീകരിച്ച സുവിശേഷത്തെ ആ പുള്ളിയല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 16 വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. കണ്ടോ, പറഞ്ഞു വന്നപ്പോൾ പറയുന്നതാണ്, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നീ പോകുന്നിടത്ത്, എല്ലാരും പറഞ്ഞേ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് നിന്റെ ജനം. ഇനി അവസാനം പറയാം, എന്താ? നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. തുടക്കം പാസ്റ്ററെ അത്ഭുതത്തിനാണ് ഞാൻ വന്നത്, തുടക്കം പാസ്റ്റർ ഞാൻ വിടുതലിനാണ് വന്നത്. പക്ഷെ ഇപ്പോൾ എൻ്റെ അടിസ്ഥാനം വിടുതലല്ല, വീടല്ല, മഴയല്ല. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ബൈബിൾ എൻ്റെ വചന പുസ്തകമാണ്. ഇതിനെ ഞാൻ അനുഗമിക്കുന്നത്. ഫേവർ നിനക്ക് മനുഷ്യന്റെ കയ്യിൽ നല്ല വരുന്നത് എപ്പോഴും ഓർത്തോണം. മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റവിടെയാണ്. ഒരാൾ അവനെ സഹായിച്ചാൽ, പാസ്റ്ററെ അയാൾ തന്നെ ഞായറാഴ്ച വിളിച്ചു, അതുകൊണ്ട് എനിക്ക് പോകണം, കാരണം അയാളാണ് എന്നെ സഹായിച്ചത്. അയാളല്ല സഹായിച്ചത്, ദൈവത്തിന്റെ പ്രീതി അയാളുടെ മേലുണ്ടായി, അയാളെ ദൈവം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ദൈവം ഒരു ജോലി തരും. അയ്യോ, ജോലി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വയ്യ. അതിനു മുമ്പ് നീ എങ്ങനെ ജീവിച്ചു? കൊറോണയിൽ നീ എങ്ങനെ ജീവിച്ചു? എന്താ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കുമ്പം അതിനെ ദൈവമായിട്ട് കാണരുത്. നിന്റെ ജോലി നിന്റെ ഉറവിടമല്ല,
നിന്റെ സഹായ ആൾക്കാർ നിന്റെ ഉറവിടമല്ല. ദൈവത്തിന് പ്രീതി തോന്നിയോണ്ട് ഇവരെ എല്ലാം ഉപയോഗിച്ചു. ഒരിക്കൽ ദൈവം കാക്കയെ ഉപയോഗിക്കും, ഒരിക്കൽ ദൈവം കഴുത ഉപയോഗിക്കും, ഒരു ദിവസം ദൈവം കോഴിയെ ഉപയോഗിക്കും. ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ ദൈവത്തെ ഉപയോഗിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉറവിടത്തെ കരുതി മുറുകെ പിടിക്കരുത്. പലർക്കും അതുകൊണ്ട് ഫേവർ നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. എൻ്റെ വണ്ടി നന്നാക്കാൻ കൊണ്ടുപോകണം, എൻ്റെ വണ്ടി കേടാ, എൻ്റെ വണ്ടി, എൻ്റെ വണ്ടി, എൻ്റെ പിള്ളാർ, എൻ്റെ പിള്ളാർ, എൻ്റെ പിള്ളാർ, എൻ്റെ ഭർത്താവ് വിടുന്നില്ല, ഭർത്താവ്. എല്ലാവരും പറ, ദൈവം അനുഗ്രഹിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളാണ് ഇവരെല്ലാം. നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം. പക്ഷെ തീർന്നിട്ടില്ല. നിന്റെ ദൈവം എൻ്റെ ദൈവം. ഫേവറിന്റെ ഉറവിടം ദൈവമാണ്. ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ് ജോലി കോള് വന്നു, വാ വണ്ടി വിട്ടോ, ഇല്ലെങ്കിൽ ജോലി പോവും. തുമ്മിയാ പോന്നാണെങ്കിൽ പോന്നെയാ നല്ലത്. ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര തിരക്ക് കാണിക്കും. പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിൻ്റെ മുന്നിൽ ദൈവത്തെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കുക, അല്ല അവർ അങ്ങനെ പറയുന്ന അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടപ്പെടണ്ട. അവരെ ദൈവം ഒരിക്കൽ ഉപയോഗിച്ചു, ഇനി ദൈവം വേറൊരാളെ ഉപയോഗിക്കും. അന്ന് പൈസ അവർ കടം തന്നു, വീണ്ടും അവളെ പോയി ചോദിക്കുകയാണ്. അവരല്ല. നീ മുട്ടുമടക്ക്. നീ ദൈവത്തെ ദൈവമായിട്ട് കാണ്. വാതിൽ അവൻ തുറക്കും. നീ മുട്ടേണ്ടത് അവന്റെ വാതിലാണ്. അവൻ തുറക്കേണ്ടടുത്ത് അവൻ തുറന്നോളും. Come on, Sabek, I am preaching better than you are hearing. I am preaching better. ഇതൊരു മനുഷ്യൻ മനസ്സിലാകും തോറും അവന്റെ ജീവിതത്തിൽ കൃപമേൽ കൃപ വ്യാപരിക്കും. ഒരിക്കൽ കൂടെ പറയാം, ഇതൊരു മനുഷ്യൻ എത്രയും വേഗം തിരിച്ചറിയുന്നു, അവന്റെ മേൽ കൃപ വ്യാപരിക്കും. ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. അവന് ബോവസ് എന്ന പേർ. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കുക, റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. Ruth the Moabite said unto her, let me know, God, whom shall I find grace, അല്ലെ favor. Hallelujah. എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചാൽ കതിർ. വീണ്ടും റൂത്ത് പറയുകയാണ്, ഞാൻ പോകാം, പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ ദയ വേണം. സ്തോത്രം പറയാമോ? ഇന്നത്തെ ആൾക്കാർ പോകാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം അവർ പോകണമെങ്കിൽ ഗിരിജ വരുന്നുണ്ടോ, അമിത വരുന്നുണ്ടോ, സന്ദേശം പോകുന്നുണ്ടോ, ടിമോത്തി ഉണ്ടോ, അല്ല പാസ്റ്റർ എന്നെ വിളിച്ചില്ല, അങ്ങനെ ഞാനും പോകുന്നില്ല. ഇന്നത്തെ ആൾക്കാർ പോകാൻ വളരെ ചാൻസ് കുറവാണ്. ഹല്ലേലൂയ. രാത്രിയിൽ തട്ടടിക്കാൻ പോയാലും സുവിശേഷം പറയാൻ പോകത്തില്ല. ഫേവർ നമ്മുടെ മേൽ ഉണ്ടാകണമെങ്കിൽ റൂത്ത് പറയുകയാണ്, എൻ്റെ ആശ്രയം എൻ്റെ കൂടെ ഉള്ളവരല്ല, എൻ്റെ ആശ്രയം എൻ്റെ ദൈവമാണ്. ഇനി നവോമി, നമ്മൾ രണ്ടുപേരും വിധവന്മാരാണ്, നമുക്ക് രണ്ടുപേർക്കും വഴിയില്ല. പക്ഷേ നിനക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്നോ, പക്ഷെ ഫേവർ എന്നോട് പറയുന്നു, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് ഒരു വയലിലേക്ക് ചെല്ലണം. ഈ വയലിലേക്ക് എന്നെ നയിക്കുന്നതാര? ഫേവറാണ്. ഫേവർ എന്നെ ആ വയലിൽ കൊണ്ടു. അവിടെ ചെല്ലുമ്പോൾ ആ വയലിലെ ഉടമസ്ഥൻ അവിടെ കാണും. അവൻ്റെ പേര് ബോവാസ്. അവന് നല്ല പൈസയുണ്ട്, അവൻ എന്നെ വിടുവിക്കാൻ കഴിവുണ്ട്. വീട്ടിൽ ഇരിക്കുന്നവനല്ല ഫേവർ, ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ് ഫേവർ. ഒരിക്കൽ കൂടെ പറയാം, വീട്ടിൽ ഇരിക്കുന്നവനല്ല ഫേവർ. ഇന്ത്യയെ നേടണം, നമുക്ക് പ്രാർത്ഥിക്കാം, പിന്നെന്താ, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. സഭയ്ക്ക് ആവശ്യമുണ്ട്, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. എടാ മടിയാ. ഹല്ലേലൂയ. വിത്ത് കളപ്പുര കിടന്ന് ഏത് വിത്ത് വർദ്ധിക്കും? പക്ഷെ ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ്
ദൈവത്തിൻ്റെ ഫേവർ വരുന്നത്. ബൈബിളിൽ ഒരു സ്ത്രീയുണ്ട്, അവളുടെ പേര് വിധവ എന്ന് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവളുടെ പേര് ബൈബിളിൽ വരാൻ കാരണം ഇതാണ്, അവൾ അറിയാം അവളുടെ 2 ദ്രഹ്മ കൊണ്ട് അവൾ ജീവിക്കത്തില്ല. പക്ഷെ അവളുടെ 2 ദ്രഹ്മയിട്ട് സ്തോത്ര കാഴ്ചക്കകത്ത് ഇട്ട പോണ്ടല്ലോ, സ്വർഗം പറഞ്ഞു, മോളെ 2 ദ്രഹ്മ പോയതല്ല, ഫേവർ നിന്റെ മേൽ എഴുതിയിട്ടുണ്ട്. എന്റെ പുസ്തകത്തിൽ നിന്റെ കഥയും വരും, നീ ഇട്ടതും വരും. ദൈവമക്കളെ, യു ഹാവ് ടു സ്റ്റാർട്ട് മൂവ്. ചലിക്കാൻ തുടങ്ങണം. യു ഹാവ് ടു സ്റ്റാർട്ട് മൂവിങ്. അനങ്ങാൻ തുടങ്ങണം, പ്രവർത്തിക്കാൻ തുടങ്ങണം. ദൈവം വീട്ടിനകത്ത് ജോലി കൊണ്ടുവരത്തില്ല, ദൈവം വീട്ടിനകത്ത് അവിശ്വാസികളെ കൊണ്ടുവരത്തില്ല, ദൈവം വീട്ടിനകത്ത് ഉണർവ് കൊണ്ടുവരത്തില്ല. നീ ഇറങ്ങണം. ഗോലിയാത്ത് അവിടെ നിലവിളിക്കുകയാണ്, നമ്മൾ വീട്ടിനകത്ത് എറിയൂടാ കല്ല്, ഞാൻ എറിയൂടാ കല്ല്, ഞാൻ എറിയൂടാ. ദൈവം ഇവിടെ ഈ പറയുന്ന സാധനം അവിടെ പോയി പറയടാ. ഓ, എല്ലാവരും വേണ്ടെന്നില്ല. ഹല്ലേലൂയ. നിങ്ങളെ കാത്തിരിക്കുകയാണ് ഫേവർ. നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാൻ പൈസ ഇല്ല, ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. വാഹന ഷോറൂമിൽ പോയി വാഹനങ്ങളുടെ കാര്യം അന്വേഷിക്കണം, പ്രാർത്ഥിച്ചു തുടങ്ങണം, ദൈവം എല്ലാം ഒരുക്കി തരും. ആമേൻ പറയുന്നില്ല. നീ അനങ്ങാൻ തുടങ്ങാതെ ഒന്നും ചലിക്കത്തില്ല. ചലിക്കണ്ട. ദേശം പിടിക്കപ്പെടും. എനിക്ക് വരാൻ ദേശം പിടിക്കും, പക്ഷെ ആരെഴുന്നേക്കും? ഇല്ലില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നീ ആരംഭിക്കണം, ദൈവം പൂർത്തീകരിക്കും. പ്രവർത്തിക്കാൻ തുടങ്ങണം, ചലിക്കാൻ തുടങ്ങണം. നീ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ശവപ്പെട്ടി അല്ല വേറെ ഒന്നും വരാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ചലിക്കുന്ന റൂട്ടുണ്ടെങ്കിൽ നിന്റെ റൂട്ട് വെളിപ്പെടുത്തുന്ന ദൂതന്മാരും ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്തട്ടെ, അതിനുള്ള സമയമുള്ളൂ. ഫേവർ നിങ്ങളെ കൊണ്ടുവരുന്നൊരു സ്ഥലം സ്വാധീനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫേവർ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ മേൽ വരുന്നൊരു വലിയ ദൈവത്തിൻ്റെ കൃപയാണ് ഇൻഫ്ലുവൻസ്, സ്വാധീനം. എല്ലാവരും പറ, സ്വാധീനം, ഇൻഫ്ലുവൻസ്. ഉദാഹരണം, നിങ്ങൾ നല്ലതായിട്ട് ജോലി ചെയ്യും, നല്ലതായിട്ട് പടം വരയ്ക്കും, നല്ലതായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ആൾക്കാർക്ക് നിങ്ങളെ അറിയത്തില്ല. നിങ്ങളുടെ കടയിൽ ഉഗ്ര സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ ഒരിടത്ത് നിങ്ങൾ ഷൈൻ ചെയ്യുന്നില്ല. ഫേവർ നിങ്ങളുടെ മേൽ വന്നാൽ റൂത്തിനെ തക്ക സമയത്ത് തക്ക സ്ഥലത്ത് തക്ക ആളുടെ അടുക്കൽ ദൈവം കണക്ട് ചെയ്യും. ഇത് ഫേവറിന്റെ സ്വാധീനമാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും കഴിവുകളുണ്ട്, പ്രാപ്തികളുണ്ട്, താലന്തുണ്ട്, പക്ഷെ കണക്ട് ആകുന്നില്ല കറക്റ്റ് ആൾക്കാരായിട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാ കഴിവുണ്ട്, നിങ്ങൾക്ക് എല്ലാ ഡിഗ്രിയും ഉണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. എല്ലാം ഉണ്ട്, ജോലി കിട്ടുന്നില്ല. എല്ലാം ഉണ്ട്, വീട് കിട്ടുന്നില്ല. എല്ലാം ഉണ്ട്, യാത്ര നടക്കുന്നില്ല. ഇവിടെ ഫേവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് റൂത്തിനെ ബോവസുമായി കണക്ട് ചെയ്യിപ്പിക്കും. നിന്നെ ഉയർത്തേണ്ട വ്യക്തിയായിട്ട് ദൈവത്തിന്റെ ഫേവർ കണക്ട് ചെയ്യും. ഓ കമാൻ സബ്. ഞാൻ മദ്രാസില് ഒരു ചർച്ചിന്റെ കൂടെയായിരുന്നു. ഞാൻ പോകുന്ന ഞാൻ പാസ്റ്ററായിരുന്നു. അവിടെ ചെന്ന് പക്ഷെ ആരും എന്നെ അംഗീകരിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം ഞാൻ പാസ്റ്ററാണ്, പക്ഷെ ആരും എന്നെ ഒന്നും തരുന്നില്ല. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു, യു ആർ ഇൻവിസിബിൾ. നീ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നിന്നെ ഉയർത്തേണ്ട ആൾക്കാർ നിന്റെ അടുക്കൽ വരുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന എത്രക്ക് മനസ്സിലാവുന്നുണ്ട്? 4 പേരേ ഉള്ളൂ. എത്ര ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്?
ചിലരുടെ കർത്താവ് പറയാം, നിങ്ങളുടെ സമയമായി, നിങ്ങളുടെ വാതിലായി, പക്ഷെ നീ അകത്തോട്ട് കയറി വരുന്നില്ല, നീ അകത്തോട്ട് കയറുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കട്ടെ, തക്ക ആളുടെ അടുക്കൽ നീ എത്തട്ടെ. റൂത്തിന് കൃപ ലഭിച്ചതുപോലെ സ്വാധീനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ചലനങ്ങൾ ഉണ്ടാകട്ടെ. സ്റ്റക്കായ നിന്റെ ജീവിതം ചലനങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ, ആരംഭിക്കട്ടെ. ആ ശുശ്രൂഷ ആരംഭിക്കട്ടെ, ആ പ്രവർത്തനം ആരംഭിക്കട്ടെ, ആ നന്മ ആരംഭിക്കട്ടെ, ആ വീട് ലഭിക്കട്ടെ, ആ വിവാഹം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കമോൺ കമോൺ, കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചു. റബാ ശാഖ ലാ റബാ ശാഖ റബാ ശാഖ ലാ റബോ. നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. മാരുതി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. മാരുതി പൊട്ടിപ്പൊളിഞ്ഞ കമ്പനിയായിരുന്നു. അംബാസിഡർ ഇറങ്ങിയപ്പം മാരുതിയും കൂടെ ഇറക്കി. അംബാസിഡർ മുമ്പിൽ മാരുതി പൊട്ടിപ്പൊളിഞ്ഞു പോയി. അറിയാം, ആർക്കിത്രക്ക് അറിയാം കഥ. മാരുതി പൊട്ടിപ്പൊളിഞ്ഞപ്പം സുസൂക്കി വന്ന് മാരുതി ചേർന്നു, മാരുതി സുസൂക്കിയായി. മാരുതിയും സുസൂക്കിയും കൂടെ ചേർന്നപ്പോഴാണ് അംബാസിഡറിനെ മാരുതി പൊട്ടിച്ചത്. നിങ്ങൾക്ക് എത്രയൊക്കെ അറിയാതെ? ഹല്ലേലൂയ. ഹീറോ വെറും താഴെ കിടക്കുന്ന കമ്പനിയായിരുന്നു. സൈക്കിൾ മാത്രം ഉണ്ടാക്കിയ കമ്പനിയാണ്. ഒന്നും ചെയ്യുന്നില്ല, സൈക്കിളാണ്. അപ്പോൾ ഹോണ്ടക്കാർ വന്ന് ചോദിച്ചു, നമുക്ക് നിങ്ങളും കൂടെ ചേർന്ന് ഹീറോ ഹോണ്ട ആക്കി നമുക്ക് ബൈക്ക് ഇറക്കിയാലോ? ഇതോടെ ഹീറോ വളർന്നു. പൗലോസെ നീ ശുശ്രൂഷിക്കും, പക്ഷെ ഷീലാസെ നീയും കൂടെ വന്നാൽ നമുക്ക് കാരാഗ്രഹങ്ങളെ ഇടിക്കാം, പട്ടണങ്ങളെ മറിക്കാം, നമുക്ക് ഒരുമിച്ച് ചിലത് ചെയ്യാം. ഓ കമാൻ സഭേ, കമാൻ സഭേ, കമാൻ. ഡിവൈൻ കണക്ഷൻ ആണിത്. ദൈവത്തിന്റെ കണക്ഷനുകളാണ്. ദൈവത്തിന്റെ കണക്ഷൻ ഇന്നലെ കൊണ്ടാകട്ടെ. ദിവസം ദൈവത്തിന്റെ കണക്ഷൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ പാടും, ദൈവത്തെ ഉയർത്തും. അങ്ങനെ ഒരാളായിട്ട് എന്നെ കണക്ട് ചെയ്യിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിവൈൻ കണക്ഷനുകൾ നിന്നെ ഉയർത്തും. റൂത്തിനെ ആർക്കും അറിയത്തില്ല, പക്ഷെ ബോവസ് അവളെ കല്യാണം കഴിച്ചു. ഹല്ലേലൂയ. ഒറ്റ ബോവസ് അവളുടെ ചരിത്രത്തെ മാറ്റി, അവളുടെ ഭാവിയെ മാറ്റി, അവളുടെ ഇന്നലകളെ മാറ്റി. ഇന്ന് ആർക്കാ ഈ കണക്ഷൻ വേണ്ടേ? ആരോടെ ഞാൻ പ്രസംഗിക്കുന്നേ? ആരോടെ ഈ ദൂത? Come on, divine connection. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. അടുത്ത മെസ്സേജ് കേൾക്കാനല്ല, കണക്ഷനുകൾ വെളിപ്പെടട്ടെ, ഡിവൈൻ കണക്ഷനുകൾ വെളിപ്പെടട്ടെ, ദൈവ ബന്ധങ്ങൾ വെളിപ്പെടട്ടെ, ഡിവൈൻ കണക്ഷനുകൾ വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. തടസ്സമായി നിൽക്കുന്ന വാതിൽ തുറക്കട്ടെ. നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി ഈ വ്യക്തി വെളിപ്പെടണം. യോസേഫേ, ഫറവോന്റെ അടുക്ക് ഈ വ്യക്തി പറയണം. ദാവീദേ, നിന്റെ ശൗലിന്റെ അടുക്ക് ഇത് പറയണം. ഓ റബാ ഷാഖാ റബാ റബാ ഷാഖാ ലാ റബാ റബാ ഷാഖാ ലാ റബാ റബാ ഷാഖാ റബാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആമേൻ. ഈ വ്യക്തിയാണ് നിന്നെ ഉയർത്തുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാണ്, പലരുടെയും പ്രശ്നം അവർ ഈ വ്യക്തികളെ തള്ളിക്കളയും. അവർ പറയും ദൈവം എന്നെ ഉയർത്തുന്നത്. ദൈവം അല്ല നിന്നെ ഉയർത്തുന്നത്. ഈ വ്യക്തി നിന്റെ ജീവിതത്തിൽ വരും, അതിനുശേഷം നിനക്ക് ഉയർച്ചയാണ്. എപ്പോഴും എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഈ വ്യക്തി വരുമ്പോൾ ഈ വ്യക്തിയായിട്ട് പണങ്ങും, വഴക്കുണ്ടാക്കും, എല്ലാം ചെയ്യും. നീ പോടി, എന്നെ ഉയർത്തുന്ന ദൈവമാണ്. അല്ല, ദൈവം ബൈബിൾ പറയുന്നു, നമ്മൾ എഴുന്നേക്കാവോ? ഭാര്യയെ കിട്ടുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നതാണോ? ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും. യഹോവയുടെ പ്രസാദം അവൻ്റെ മേലുണ്ടാകും. ഈ വ്യക്തിയാണ് ദൈവം അയക്കുന്ന അനുഗ്രഹം.
ഇതിനെ നീ തള്ളിക്കളഞ്ഞാൽ ദൈവപ്രസാദത്തെ നീ തള്ളിക്കളയാണ്. Hallelujah. Hallelujah. You have to learn to value relationships. ബന്ധങ്ങൾക്ക് നീ വില കൊടുക്കണം. അല്ല, ഞാനും ദൈവം മാത്രമേ ഉള്ളൂ, നടക്കത്തില്ല. ദൈവം ഉയർത്താൻ ഒരു കണക്ഷനെ വെച്ചിട്ടുള്ളൂ. ഈ കണക്ഷനാണ് നിന്നെ ഉയർത്തുന്നത്. എന്നെ സൂട്ടിടാൻ പഠിപ്പിച്ച ദൈവമല്ല, ഒരു ദൈവദാസനാണ്. ആ കണക്ഷനാ എന്നെ ഉയർത്തിയത്. ഈ പട്ടണം നടുക്ക് നമ്മൾ വന്നത് ദൈവമല്ല, ഈ ദൈവദാസന്റെ കണക്ഷനാണ്. എല്ലാരും പറ കണക്ട് ടു കളക്ട്. എല്ലാരും പറ കണക്ട്. ആനക്കൊല്ലം പ്രാപിക്കുന്നുണ്ടോ മോനെ? കണക്ട് ടു കളക്ട്. നീ കണക്ട് ചെയ്താ നീ കളക്ട് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു നിർത്താം. പിന്നെ പറയാൻ പോയി നിങ്ങൾ പറയും പാസ് നിർത്തിയില്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാ. ഹല്ലേലൂയ. എത്ര ചിലത് പ്രാപിക്കുന്നുണ്ട്? പൗലോസ് അവൻ അന്ധനായിരുന്നു. ദൈവം അവനെ അടിച്ചതാണ്, ദൈവം അവനെ തട്ടിയതാണ്. അവൻ അന്ധനായി വീഴുകയാണ്. ദൈവം ഒരു സ്വപ്നം കാണിക്കുകയാണ്. ഒരു മനുഷ്യൻ നിന്റെ മേ കൈവെക്കും, അതോടെ നിന്റെ കണ്ണ് കാണും, നീ വീണ്ടും എഴുന്നേക്കും. ഈ മനുഷ്യൻ വന്നു, കൈവച്ചു. അവൻ വീണ്ടും കണ്ടത് എന്താണെന്നറിയാമോ? 13 ലേഖനങ്ങൾ, എബ്രായ ലേഖനം വരെ ഇവൻ എഴുതി. മൊത്തം ഒറ്റ മനുഷ്യന്റെ കണക്ഷനാണ് ഇവനെ ഉയർത്തിയത്. ബന്ധങ്ങളെ നിങ്ങൾ കട്ട് ചെയ്യരുത്, മണ്ടത്തരവാദം. റൂത്തേ, ബോവാസിൽ എനിക്ക് നിന്നിൽ റൂട്ടുണ്ട്. ഹല്ലേലൂയ. ദാവീദേ, ശൗലിൽ, ശമൂവേലിൽ എനിക്ക് റൂട്ടുണ്ട്. പൗലോസേ, ശീലാസിൽ എനിക്ക് നിനക്ക് റൂട്ടുണ്ട്. നിന്റെ മുതലാളിയെ വഴക്ക് പറയരുത്, ചീത്ത വിളിക്കരുത്. റൂട്ട് നീ കട്ട് ചെയ്യാണ്. ഹല്ലേലൂയ. മക്കളെ, നിന്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത്, റൂട്ട് കട്ട് ചെയ്യരുത്. വിശ്വാസികളെ, ആത്മീയ പിതാക്കന്മാരെ കട്ട് ചെയ്യരുത്. മണ്ടത്തരവാദം. ദൈവം തരുന്നെന്ന് പറയരുത്. ദൈവം ഉയർത്താൻ വെച്ചത് ഒരു വ്യക്തിയിലൂടെയാണ്. ഹല്ലേലൂയ. ഫേവർ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരും. സ്വാധീനം നിങ്ങളെ ശക്തിയിലേക്ക് കൊണ്ടുവരും. ഓ ഹല്ലേലൂയ. ആവർത്തനം 8:18 കൂടെ വായിക്കാം. ആവർത്തനം 8:18. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനിൽ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഒരിക്കൽ കൂടെ ആവർത്തനം 8:18. എല്ലാവരും ശ്രദ്ധിച്ചോണം ഒരുമിച്ച്. യെസ്. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഫേവർ നിനക്ക് സ്വാധീനം തരും. സ്വാധീനം നിന്നെ ശക്തിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ എത്രക്ക് മനസ്സിലായി? ദൈവത്തിൻ്റെ ലാവണ്യം, കൃപ നിന്നെ സ്വാധീനത്തിൽ കൊണ്ടുവരും. സ്വാധീനം നിന്നെ എവിടെ കൊണ്ടുവരും? ശക്തിയിലേക്ക് കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. യോസേഫിന് ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു, അതുകൊണ്ട് അപ്പൻ നിലയങ്കി കൊടുത്തു. സ്വാധീനമില്ലായിരുന്നു, പക്ഷെ പിന്നീട് ദൈവം സ്വാധീനം കൊടുത്തു. പാനപാത്രം ആകനോട് പറഞ്ഞു, യോസേഫിനെ കുറിച്ച് പറയണം രാജാവിൻ്റെ അടുക്കൽ. സ്വാധീനം കൊടുത്തു. സ്വാധീനം അവൻ എവിടെ എത്തിച്ചെന്നറിയാവോ? കൊട്ടാരത്തിൽ എത്തിച്ചു. ഹല്ലേലൂയ. ഇനി ഇഷ്ടമുള്ളവനെ ബന്ധിക്കാനും അടിച്ചു വിടാനും ദൈവം അവന് ശക്തിയും കൊടുത്തു. ഇന്ന് ആരോടാ എനിക്കിന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം നിന്നെ ശക്തിയിൽ ഉപയോഗിക്കുന്ന ഒരു സീസൺ ഇതോടെ വെളിപ്പെട്ട് വരട്ടെ. ഇഷ്ടമുള്ളവനെ ബന്ധിക്കാൻ പവർ മാനിഫെസ്റ്റഡ് ആകണം. പവർ മാനിഫെസ്റ്റഡ് ആകണം. ഞാൻ നിർത്തുക, ശ്രദ്ധിച്ചേ, നിർത്തുക. മർക്കോസ് 5 യേശു ഗദരദേശത്ത് വന്നപ്പം
ഭൂതഗ്രസ്തൻ യേശുവിന്റെ കാലിൽ വന്നു. മാർക്കോസ് 5 എന്ത് സംഭവിച്ചു എല്ലാവരും പറഞ്ഞേ? യേശു ഗദർ ദേശത്ത് വന്നപ്പം ഭൂതഗ്രസ്തൻ യേശുവിന്റെ കാലിൽ വന്നു. യേശു പോയ ശേഷം പത്രോസിന്റെ നിഴൽ തട്ടിയപ്പം ഭൂതങ്ങൾ അലറി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയെ പോയപ്പം പക്ഷവാതക്കാർ ഭൂതങ്ങൾ അവരിനെ ഇളകി മാറി. അപ്പോസ്തലർ 19-ാം അധ്യായത്തിൽ കർച്ചീഫിലൂടെ രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുമാറി. കൃപ, കരുണ നിന്നെ സ്വാധീനത്തിൽ കൊണ്ടുവരും. സ്വാധീനം നിന്നെ ശക്തിയിലേക്ക് കൊണ്ടുവരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. റൂത്തിന്റെ പുസ്തകം ഹല്ലേലൂയ 4-ാം അധ്യായം ഹല്ലേലൂയ 11-ാം വാക്യം. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും, എല്ലാവരും ശ്രദ്ധിച്ചാണ്, റൂത്ത് 4:11. യെസ്, മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. അതിന് ശ്രദ്ധിച്ചോടിക്കൂടെ, എല്ലാവരും വായിച്ചൊരിക്കൽ കൂടെ. അതിന് ഒരിക്കൽ കൂടെ പറഞ്ഞു. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീ ആരാ? നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീ ആരാ? റൂത്ത്. എല്ലാവരും പറ, ആരാ വന്നിരിക്കുന്നത്? അവൾ ആരായിരുന്നു? വിധവയായിരുന്നു. ദൈവത്തിന്റെ കാരണം കൊണ്ട് ഇപ്പൊ എന്തായി? ബോവസിന്റെ പ്രിയായി, സ്വാധീനമായി. ഇനി ശ്രദ്ധിച്ചോണം, വന്നിട്ട് സ്ത്രീ, യഹോവ റാഹേലിനോടും ലേ പോലെ ആക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. എഫ്രാത്തിൽ നീ പ്രബലനം, ബത്ലഹേമിൽ വിസ്തൃതനമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ നിനക്ക് കിട്ടിയ ഈ സ്ത്രീ, ഇവളുടെ മേൽ കൃപ മാത്രമല്ല, സ്വാധീനം മാത്രമല്ല, പൊളിഞ്ഞുപോയ നിന്റെ വീടിനെ പണിയത്തക്കവണ്ണം ഇവളുടെ മേൽ യഹോവയുടെ ശക്തി, പണിയാനുള്ള ശക്തി ഇവളുടെ മേൽ വരട്ടെ, 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 വരട്ടെ. പിശാച് തകർത്തതിനെ പണിയാൻ സ്വാധീനം വളരട്ടെ. Come on, come on. പിശാച് തകർത്തതിനെ പണിയാൻ, തകർത്തതിനെ പണിയാൻ ശക്തി. ഉയരത്തില്ലെന്ന് പറഞ്ഞെടുത്ത ശക്തി വരട്ടെ. നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞെടുത്ത, നീ നശിക്കുമെന്ന് പറഞ്ഞെടുത്ത ശക്തി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചേ, 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 പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ഫേവറാണ് മോളെ, ദൈവത്തിന്റെ ഫേവറാണ് റൂത്തേ. ഹല്ലേലൂയ. നീ തിരിച്ചു പോകാൻ പറഞ്ഞെടുത്ത് നീ പണിയുന്നവളാകുകയാണ്. ഇത് ദൈവത്തിന്റെ ഫേവറാണ്. ഹല്ലേലൂയ. പണി അറിയാത്ത നഹമ്യാവേ, നീ 52 ദിവസം കൊണ്ട് പണിക്കാർക്ക് പറ്റാത്തത് 52 ദിവസം കൊണ്ട് തീർത്തത് ദൈവത്തിന്റെ ഫേവറാണ്, ദൈവത്തിന്റെ സ്വാധീനമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ആരോടാ പറയാ? പണിവാൻ ബലം വരികയാണ്, പണിയാൻ ബലം വരികയാണ്, നിന്റെ കുടുംബ ജീവിതം പണിയാൻ ബലം വരികയാണ്. കമൺ, എല്ലാരും പ്രാർത്ഥിച്ചേ, കണ്ണു തുറന്ന് നോക്കാനല്ല, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. നിന്റെ വീട് വിട്ടുപോയ മക്കള്, മരുമക്കള് എല്ലാം മടങ്ങി വരട്ടെ, വീടിനെ വീണ്ടും പണിയട്ടെ, പണിയട്ടെ. യഹോവയുടെ കൈ ചലിക്കട്ടെ. പണിയപ്പെടട്ടെ, പണിയപ്പെടട്ടെ, പണിയട്ടെ. ദേശത്ത് ഇടിഞ്ഞു പോയ മതിലുകള് പണിയപ്പെടട്ടെ, ഇടിഞ്ഞു പോയ പിന്മാറ്റത്തിൽ പോയ വിശ്വാസികൾ പണിയപ്പെടട്ടെ, പണിയപ്പെടട്ടെ. ദൈവത്തെ ആരാധിച്ച്, ആരാധിച്ച്, ആരാധിച്ച്. ഒറ്റക്കിറങ്ങണം. പേടിച്ച് വീട്ടിരിക്കുന്നവനല്ല കൃപ. സമ്പ്രദായത്തെ പൊളിക്കാൻ, ഇങ്ങനെ ഞാൻ ഇരിക്കത്തില്ല, എന്നെ കിട്ടത്തില്ല, ഞാൻ ഇറങ്ങുക എന്ന് പറയുന്നവരുണ്ടല്ലോ, അവനെ അപ്പോസ്തലൻ, അവൻ പണിയും, അവൻ പണിയും. ദൈവസഭേ, പള്ളി വന്നിരുന്ന് മെസ്സേജ് കേൾക്കാനല്ല അഭിഷേകം. അഭിഷേകം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ദേശത്തിൽ ഇടിഞ്ഞു കിടന്നതിനെ പണിയാൻ. നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ നീ പറയണം, ഞാൻ നടത്തും. എന്റെ കൂടെ ദൈവമുണ്ട്, എന്റെ കൂടെ ഫേവർ ഉണ്ട്. പൈസ നിന്നെ ലിമിറ്റ് ചെയ്യരുത്, സാമ്പത്തികം നിന്നെ ലിമിറ്റ് ചെയ്യരുത്. നിന്റെ ദർശനം നിന്റെ സാമ്പത്തികത്തെ വിഴുങ്ങണം, നിന്റെ ദർശനം നിന്റെ സാമ്പത്തികത്തെ വിഴുങ്ങണം. പണിയാൻ, പണിയാൻ. ആ സ്ത്രീ പണിതതുപോലെ, നഹമ്യാവ് പണിതതുപോലെ പണിയാൻ
ദൈവത്തിന്റെ കൃപ വരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ആത്മീകം മൊത്തം ഇടിഞ്ഞ് താഴെ പോയി, മൊത്തം താഴെ പോയി. എനിക്ക് പഴയതുപോലെ കയറി വരാൻ പറ്റുന്നില്ല, എനിക്ക് പഴയതുപോലെ പറ്റുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയാ, കഴുകന് ചിറക് വരുന്നത് പോലെ ഞാൻ നിന്നെ കയറ്റുന്ന കാലമായത്. പക്ഷെ നീ എൻ്റെ കൈ പിടിക്കാൻ റെഡിയാണെങ്കിൽ, ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ റെഡിയാണെങ്കിൽ, ഒറ്റയ്ക്ക് എൻ്റെ കൈ പിടിച്ച് എഴുന്നേക്കാൻ റെഡിയാണെങ്കിൽ, ഞാൻ നിന്നെ ഉപയോഗിക്കുന്ന സീസണാണ്. ഹാലൽ, നിന്റെ ദേശം പിന്മാറി കാണും, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. യോശുവ പിടിക്കടാ യെരിഹോവിനെ, കാലുവെക്കടാ യോർദാനെ, വെക്കടാ, ശത്രു പറ്റത്തില്ലെന്ന് പറഞ്ഞതാ, ചെയ്യടാ, കാലുവെക്ക. എന്റെ ഫേവറാണ്, എന്റെ ഫേവറാണ്, എന്റെ ഫേവറാണ്, എന്റെ സ്വാധീനമാണ്. ഇന്ന് ചലിക്കണം, ഇന്ന് എഴുന്നേക്കണം. പൗലോസ് മതിയടാ, എഴുന്നേക്ക, ഡെമസ്കോസിലേക്ക് വീണ്ടും പോ. എവിടെയാണോ പൊട്ടിപ്പോയത്, എവിടെയാണോ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, എവിടെയാണോ പിശാച് വെന്ത് കച്ചിപ്പിച്ചത്, വീണ്ടും പണിയും, വീണ്ടും പണിയും.